തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും പ്രചാരണം തുടരുന്നുണ്ട് വൈഷ്ണ. വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിമാറ്റിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗ് ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുകയാണ്. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈഷ്ണ പറയുന്നു. സനിസ ശോഭ ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സനിസ, വൈഷ്ണയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും അവിടെ നേതൃത്വം വൈഷ്ണയോട് പ്രചാരണം തുടർന്നോളാനാണ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നലെ ഇപ്പോൾ വൈഷ്ണക്കും പാർട്ടിക്കും അനുകൂലമായ ഒരു സമീപനം കോടതിയിൽ നിന്നും ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഹിയറിംഗ് നടക്കുന്നു. ആ ഹിയറിംഗിൽ പാർട്ടിക്കും വൈഷ്ണക്കും എത്ര കണ്ട് പ്രതീക്ഷയുണ്ട്? അപ്പോൾ വോട്ട് ഉണ്ടാകും എന്ന ഒരു ഉറപ്പോടുകൂടി തന്നെയാണോ പ്രചാരണത്തിൽ മുന്നോട്ട് പോകുന്നത് വൈഷ്ണയും പാർട്ടിയും? സേഫു ജിൽസി, ഇന്നലെ ഹൈക്കോടതിയുടെ അനുകൂലമായ ഒരു പരാമർശം വന്നതോടുകൂടി തന്നെ ഇന്ന് വൈഷ്ണ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം 9 മണിവരെ തുടരുമെന്നാണ് വൈഷ്ണ പറയുന്നത്. വൈഷ്ണ തന്നെ നമ്മൾ മീഡിയ വണ്ണിനൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല പരാമർശമുണ്ടായി. അത് ഇന്നത്തെ ഹിയറിംഗിൽ പ്രതിഫലിക്കുമെന്നാണോ കരുതുന്നത്? തീർച്ചയായും. കാരണം ഇന്നത്തെ ഹിയറിംഗ് എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായ ഭാഗങ്ങളിലേക്ക് പോവും. അതിൻ്റെതായ രീതിക്ക് അത് നടക്കും. കോൺഗ്രസിൽ നിന്ന് ഈ ഒരു വിവാദവും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ വലിയൊരു രീതിയിലുള്ള സപ്പോർട്ടാണ് ഉണ്ടായത്. അതിനൊക്കെ എങ്ങനെ കാണുന്നു? തീർച്ചയായും. കാരണം പാർട്ടിയാണ് നമുക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. മത്സരിക്കണം എന്നുള്ള രീതിക്ക് നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ രീതികളിൽ അവർ നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും പാർട്ടി പറയുന്ന അനുസരിച്ചാണ് ഇത്രയും ദിവസം മുന്നോട്ട് പോയത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പാർട്ടി വളരെയധികം വലിയ പിന്തുണയാണ് നമുക്ക് നൽകിയത്. പാർട്ടി ആയാലും അതിലുള്ള ഓരോ ആളുകളായാലും എല്ലാം വളരെ വലിയ പിന്തുണയാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം, ഒരുപാട് സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് പിന്തുണ നൽകി നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഒരു വിവാദത്തോടെ വൈഷ്ണയെ എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് മാറി. ഇനി മറ്റൊരു പ്രചാരണം ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ മാറിയെന്ന് പറയാമല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ ആളുകളിലേക്കും എത്തണമല്ലോ. നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പ്രചാരണ രീതി എന്ന് പറയുന്നത്. ഓരോ ആളുകളിലേക്കും എത്തണം. അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ തിരിച്ചറിയണം. അതൊരിക്കലും മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നത്തിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് ആ ഒരു രീതിക്ക് രണ്ടും രണ്ട് ഭാഗമാണ്. നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ആളുകളിലേക്ക് ഇൻഡിവിജ്വലായി എത്തുക എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോഴും ഈ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഈ ഹിയറിംഗിൽ ശുഭപ്രതീക്ഷയുണ്ടോ? നീതി ലഭിക്കുമോ? തീർച്ചയായും. കാരണം ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് വളരെ അനുയോജ്യമായൊരു തീരുമാനം വരും തന്നെയാണ് പ്രതീക്ഷ. ഈ പരാതിക്ക് പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത്? അതേക്കുറിച്ചൊന്നും ഇപ്പം അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ. കാരണം കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട കോടതി അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ എത്ര മണിക്ക്? 3 മണിക്ക് ഹാജരാവണം എന്നാണ് നമുക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഈ മുട്ടട വാർഡിലെ ജനങ്ങൾ എങ്ങനെയാണ് വൈഷ്ണയെ സ്വീകരിച്ചിരിക്കുന്നത്? ഈ ഒരു വിവാദമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ മുട്ടട വാർഡിലെ ജനങ്ങൾ എന്നെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ്. ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് വളരെ പരിചയമായിട്ടുള്ള ആളുകളാണ്. വളരെ ചെറുപ്പകാലം മുതൽ, എനിക്ക് ജനിച്ചപ്പോൾ മുതൽ എന്നെ കാണുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. നല്ല പ്രതീക്ഷയിലാണ്. ഇന്നിപ്പോൾ 3 മണിക്ക് ഹിയറിംഗ് ഒക്കെ ഉണ്ട്. അനുയോജ്യമായ ഒരു തീരുമാനം ഉണ്ടാകും. മാത്രമല്ല വിവാദങ്ങളെ കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നു വൈഷ്ണയും കോൺഗ്രസും. അതെ.